ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സിലബസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സലിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് കോപ്പി ആൻഡ് പേസ്റ്റ്. പക്ഷേ ഫോർമുലാസ് വരുമ്പോൾ ഇതിപ്പോൾ ഒരുപാട് ഫോർമുലാസൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സലിലെ ഫയലിൽ നമ്മൾ എങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിപ്പോൾ ആയിക്കോട്ടെ, നമുക്ക് ഫൈനൽ വാല്യൂ നമുക്ക് കോപ്പി പേസ്റ്റ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരില്ല, ഫോർമുലാസിൻ്റെ വാല്യൂസൊക്കെ. അതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഓപ്ഷൻസ്, പേസ്റ്റിൽ കുറേ സ്പെഷ്യലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൽ ലാസ്റ്റായിട്ട് ഫൈനലി ആയിട്ട് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ഓപ്ഷൻ കൂടി പറയാൻ പോകുന്നത്. അത് ഒരുപാട് ഡാറ്റാസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഞാൻ ടോട്ടൽ എന്ന് പറഞ്ഞൊരു കോളം കൂടി ആഡ് ചെയ്തിട്ട് അതിന് സം ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സം ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ഇതാ ഹൊറിസോണ്ടലിയും ഡ്രാഗ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും സമ്മ് കണ്ട്. ഇപ്പോൾ നമുക്ക് ടോട്ടലി അല്ല ഹൊറിസോണ്ടലി ഇപ്പോൾ കിട്ടിയ സമ്മ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇട്ടാൽ എല്ലാത്തിൻ്റെയും സമ്മ് കിട്ടില്ലേ. ഓക്കെ, ഇനി എന്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സമ്മിൻ്റെ ഒരു വാല്യൂ നമുക്ക് കോപ്പി ചെയ്താൽ പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അതിൽ ഫോർമുലാസ് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഒരു ഭാഗം അല്ലെങ്കിൽ ഈ സം ആയിക്കോട്ടെ അതിലേതെങ്കിലും ഒരു വാല്യൂ ആഡ് ചെയ്താൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള വാല്യൂ കിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൺട്രോൾ സി അമർത്തുമ്പോഴാണ് ആ കോളം അല്ലെങ്കിൽ ആ സെല്ല് കോപ്പി ആവുക. കൺട്രോൾ വി അമർത്തുമ്പോൾ അതെന്താവും, പേസ്റ്റ് ആവും. കൺട്രോൾ സിയും കൺട്രോൾ വിയും അല്ലെങ്കിൽ നമ്മളെ ഹോം ടാബിൻ്റെ മുകളിലായിട്ട് രണ്ട് ഓപ്ഷനും ഉണ്ട്. കൺട്രോൾ വി അമർത്തുമ്പോൾ നമുക്ക് കണ്ടല്ലോ, നമുക്ക് ഫോർമുല ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ 0 ആയിട്ടാണ് കിട്ടുക. സോ നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ആ ഒരു വാല്യൂ ആണ് വേണ്ടത്. സോ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള വാല്യൂ ആണ് വേണ്ടത്. സോ നമുക്ക് ആ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു വാല്യൂ അതിന് ജസ്റ്റ് നമുക്ക് പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കൺട്രോൾ സി അമർത്തിയിട്ട് കൺട്രോൾ വി അമർത്തുക, അല്ലെങ്കിൽ ഹോം ടാബിൽ പോയിട്ട് ഈ ഓപ്ഷൻസ് എടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് അവിടെ സെല്ല് കൊണ്ടേ പേസ്റ്റ് ചെയ്തു. ഈ ഒരു ഓപ്ഷൻ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് സെല്ലൊക്കെ കൂടി എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ഫോർമുലാസും അതേപോലെ ഉണ്ടാവും, ടേബിൾ അതേപോലെ ഉണ്ടാവും, നമ്മൾ കൊടുത്ത ഹൈലൈറ്റിംഗ് കളറൊക്കെ അതേപോലെ ഉണ്ടാവും. ഒക്കെ കംപ്ലീറ്റ്ലി കോപ്പി പേസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതല്ല, പേസ്റ്റ് ചെയ്യുമ്പോൾ കുറേ സ്പെസിഫിക്കേഷൻ ഉണ്ട്. പേസ്റ്റ് വാല്യൂസ്, അതിൽ വാല്യൂസ് മാത്രമായിരിക്കും കോപ്പി പേസ്റ്റ് ആവുന്നത്. വാല്യൂസ് മാത്രമാകുമ്പോൾ അവിടെ ഒരു ഫോർമുലാസോ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റോ വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് പേസ്റ്റ് വാല്യൂസ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പേസ്റ്റ് വാല്യൂസ് മുകളിലാണെങ്കിൽ പേസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ പേസ്റ്റ് ആവും. ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുമ്പോൾ പേസ്റ്റ് വാല്യൂസ് പറയുമ്പോൾ വാല്യൂസ് മാത്രമേ പേസ്റ്റ് ആവുള്ളൂ കേട്ടോ. അതിപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ ഫോർമുല, ഇപ്പോൾ സം ആയിക്കോട്ടെ അല്ലെങ്കിൽ അഡീഷൻ ആയിക്കോട്ടെ മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഫോർമുലാസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ കൂടെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. കൺട്രോൾ സി അമർത്തിയിട്ട് കൺട്രോൾ വി അമർത്തിയതിന് മുമ്പായിട്ട് എന്താ പറയുക, പേസ്റ്റ് സ്പെഷ്യൽ ഏതാണോ ഉപയോഗിക്കുന്നത് ആ പേസ്റ്റ് വാല്യൂസിൽ കൊടുക്കുക. സോ നമുക്കിത് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ആ ഒരു ടാബിലായിരിക്കും അത് പേസ്റ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ആ വാല്യൂ മാത്രമായിട്ട് കിട്ടും. ഇത് വളരെ എന്താ പറയുക, അങ്ങനെ ഒരു വലിയ ഹ്യൂജായിട്ടുള്ള പ്രൊജക്റ്റിലൊക്കെ വാല്യൂസൊക്കെ അധികം ഇക്വേഷൻസും അല്ലെങ്കിൽ ഫോർമുലാസും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. അത് പേസ്റ്റ് സ്പെഷ്യലിസ്റ്റിൽ പോയിട്ട് പേസ്റ്റ് സ്പെഷ്യലിൽ പോയിട്ട് വാല്യൂസ് ഇടാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഫോർമാറ്റ്സിൽ വരുന്നുണ്ട്, അതേപോലെ അങ്ങനെ ഒരുപാടുണ്ട്. അതിനിടയിലായിട്ട് സ്കിപ്പ് ബ്ലാങ്ക്സ് ഇല്ലേ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ലാസ്റ്റ് പറയാൻ പോകുന്നത്. സ്കിപ്പ് ബ്ലാങ്ക്സ് എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കൂട്ടുന്നു, കാരണം വളരെ ഹെൽപ്ഫുള്ളല്ലേ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വാല്യൂസിൻ്റെ കോപ്പി പേസ്റ്റും അതേപോലെ തന്നെ ഒരു സെല്ലിൻ്റെ കോപ്പി പേസ്റ്റും. അതിപ്പോൾ ഏത് സെല്ലായിക്കോട്ടെ നമുക്കത് ആ ഒരു ടേബിൾ അതേപോലെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ പേസ്റ്റ് സ്പെഷ്യൽസ് എന്താണെന്ന് അതൊക്കെ നമ്മൾ ഇതുവരെ കണ്ടില്ലേ. ഇതുവരെ ഇനി ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഏതൊക്കെ ഓപ്ഷൻസ് എടുത്താൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് സ്കിപ്പ് ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സ്കിപ്പ് ബ്ലാങ്ക്സ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഹ്യൂജ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിൻ്റെ പ്രൈസസൊക്കെ ഉണ്ട്. പക്ഷേ ആ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നു, അത് നമുക്ക് ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ 2-3 ആണെങ്കിൽ ഓക്കെ, നമുക്ക് കോപ്പി പേസ്റ്റ് ഇതിലൊക്കെ ചെയ്യാം. പക്ഷേ കുറേ ഡാറ്റാസ് ഉണ്ടെങ്കിൽ അതിൽ അത്രയും സമയം പോയില്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാം നമുക്ക് ഏത് വാല്യൂ ആണോ ഇങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ആ വാല്യൂ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് Ctrl+C അമർത്തുക, കോപ്പി ചെയ്യുക. എന്നിട്ട് എവിടെയാണോ നമ്മൾക്ക് പേസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക. പേസ്റ്റ് സ്പെഷ്യൽ എടുത്തിട്ട് മുകളിൽ നമുക്ക് വാല്യൂ അല്ലേ ആഡ് ചെയ്യേണ്ടത്, അപ്പോൾ വാല്യൂസ് എടുക്കുക. സ്കിപ്പ് ബ്ലാങ്ക്സ്, ബ്ലാങ്ക് ആയിട്ടുള്ള കോളംസ് ബ്ലാങ്ക് ആയിട്ടുള്ള സെൽസ് അവിടെ ഡിലീറ്റ് ആയി പോകും. നമുക്ക് ആ വാല്യൂസ് റീപ്ലേസ് ആയി കണ്ടോ, ആ വാല്യൂസ് മാത്രം റീപ്ലേസ് ആവും. ഇത് വളരെ കുറേ ഡാറ്റാസൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചെയ്ത് തീർക്കാം. ഇത് ഈ സെല്ല് മൊത്തത്തിൽ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക, ആ ബ്ലാങ്ക്സും ഇൻക്ലൂഡഡ് ആവും, അവിടെ ഓൾറെഡി ഉള്ള വാല്യൂസ് ഡിലീറ്റ് ആയി പോകും, ഇതുപോലെ ആവും. സോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത്, സ്കിപ്പ് ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കൊടുക്കുന്നത്. ഇതും പേസ്റ്റിൽ വളരെയധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്കിപ്പ് ബ്ലാങ്ക്സ്. ഇപ്പം നമ്മളെന്ത് പറഞ്ഞു, പേസ്റ്റിൻ്റെ സ്പെഷ്യൽസിൽ പോയിട്ട് വാല്യൂസിൽ പോയിട്ട് സ്കിപ്പ് ബ്ലാങ്ക്സ് കൊടുത്താൽ എന്താവും, ആ വാല്യൂസ് ഇങ്ങോട്ടേക്ക് ഇൻസെർട്ട് ആവും. ബ്ലാങ്ക് ആയിട്ടുള്ളത് എപ്പോഴും ബ്ലാങ്ക് ആയിട്ട് തന്നെ കാണിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഓൾറെഡി ഉള്ള വാല്യൂസ് ഒന്നും ഡിലീറ്റ് ആയി പോകില്ല, കാണാതായി പോകത്തൊന്നുമില്ല. ഇതിൻ്റെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേസ്റ്റിൻ്റെ പല ഓപ്ഷൻസും നമ്മൾ നോക്കി. ഈ പേസ്റ്റിൽ തന്നെ നമുക്ക് വേറൊന്നുണ്ട്, ഹൊറിസോണ്ടലാക്കാം. വെർട്ടിക്കലായിട്ടുള്ള കോളം ഹൊറിസോണ്ടലാക്കാം, ഹൊറിസോണ്ടലാക്കിയിട്ടുള്ള കോളം വെർട്ടിക്കലും ആക്കാം. ഇത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് Ctrl+C അമർത്തി ഇനി പേസ്റ്റിൽ പോയിട്ട് വെർട്ടിക്കൽ ഇത് കണ്ടോ, ആ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് ആ സെല്ല് ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ ഈ ഒരു ഓപ്ഷൻ എടുത്താൽ അത് അങ്ങോട്ടേക്ക് ഹൊറിസോണ്ടലായി വരും. ഇത് മനസ്സിലായില്ലേ, ഹൊറിസോണ്ടലായതിനെ വെർട്ടിക്കലും ആക്കാം, വെർട്ടിക്കലായതിനെ ഹൊറിസോണ്ടലും ആക്കാൻ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പേസ്റ്റിലെ ഒട്ടുമിക്ക ക്യാരക്ടറും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.